മുഖ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല മുഖങ്ങളും തെളിയും. അത് ആരായാലും മുഖ്യമന്ത്രിയുടെ പ്രൗഢി, അതിൽ വലിയ വ്യത്യാസം തോന്നില്ല. ഭരണകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി എത്തുന്നത് ആ വ്യക്തിയുടെ സൗകര്യമനുസരിച്ചാകും. മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള രീതിയിൽ ജീവനക്കാർ ഓഫീസ് സെറ്റാക്കിയിട്ടുണ്ടാകും. മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ വ്യക്തിക്ക് ഇഷ്ടമുള്ള ഹോട്ടലിൽ നിന്ന് എത്തിക്കും, അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരും. തൂവെള്ള വസ്ത്രത്തിൽ എത്തുന്ന മുഖ്യമന്ത്രിക്കൊപ്പം പ്രൈവറ്റ് സെക്രട്ടറി, ചിലപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി, സുരക്ഷാ ജീവനക്കാർ തുടങ്ങി ഒരു വൻ പട തന്നെ ഉണ്ടാകും. ഇത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഇങ്ങനെ തന്നെയായിരിക്കും. എന്നാൽ തമിഴ്നാട് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് പുത്തൻ അനുഭവമാകുകയാണ് മുഖ്യമന്ത്രി വിജയിയുടെ രീതികൾ. മുഖ്യമന്ത്രിമാരൊക്കെ ഇത്ര സിമ്പിൾ ആകുമോ എന്നാകും അവരൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകുക. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരെ പോലെ വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണവുമായി എത്തി ഓഫീസിലിരുന്ന് കഴിക്കുക, ഓഫീസിൽ എത്തുന്നതിലെ കൃത്യനിഷ്ഠത, ഉദ്യോഗസ്ഥർക്കൊപ്പം ടേബിൾ മാറ്റിയിടാൻ കൂടുക, സഭയിലാണ് എങ്കിലും പ്രതിപക്ഷ ബഹുമാനത്തോടെയുള്ള ഇടപെടലും പെരുമാറ്റവും, എല്ലാത്തിനും പുറമെ പരമ്പരാഗത വെളുത്ത വസ്ത്രത്തിൽ നിന്ന് മാറി ബിസിനസ് ക്ലാസ് ലുക്കിലുള്ള കോട്ടും ഷർട്ടും പാന്റും ധരിച്ച ഔട്ട്ലുക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് തന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് വിജയം പോലെ തന്നെ എല്ലാവരെയും അമ്പരിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി വിജയുടെ ലാളിത്യത്തെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്ക് ഇഷ്ടവും സമയവും. മാത്രമല്ല, വിജയിയുടെ ഈ കൃത്യനിഷ്ഠതയോടെയുള്ള ദിനചര്യ സർക്കാർ ജീവനക്കാരിലും കൃത്യനിഷ്ഠതയുണ്ടാക്കാൻ ഇടയാക്കുമെന്ന് ഉറപ്പാണ്. രസകരമായ മറ്റൊരു വസ്തുത എന്തെന്നാൽ CM വിജയ് ലുക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഫാഷൻ ട്രെൻഡ് ആയിട്ടുണ്ട് എന്നതാണ്. മെയ് 10 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തിയതു മുതൽ വിജയ് എന്ന മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു അത്ഭുതമാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് മുതൽ വിജയുടെ കൃത്യനിഷ്ഠ തമിഴ്നാട് സെക്രട്ടേറിയറ്റിലെ ചർച്ചാ വിഷയമാണ്. സെക്രട്ടേറിയറ്റിൽ എത്തുന്നതിൽ പാലിക്കുന്ന സമയനിഷ്ഠയാണ് വിജയയെ വ്യത്യസ്തനാക്കുന്നത്. എല്ലാ ദിവസവും അതിരാവിലെ ചെന്നൈയിലെ വസതിയിൽ നിന്ന് ഇറങ്ങുന്ന വിജയ് ഓഫീസ് സമയം ആരംഭിക്കുന്നതിനും 5 മിനിറ്റ് മുൻപേ ഓഫീസിൽ എത്തിയിരിക്കും. കൃത്യം 4 മണി വരെ ഓഫീസിലുണ്ടാകും. സത്യപ്രതിജ്ഞാ ദിവസം തന്നെ വിജയുടെ കൃത്യനിഷ്ഠ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. രാവിലെ 10 മണിക്ക് നിശ്ചയിച്ചിരുന്ന സത്യപ്രതിജ്ഞയ്ക്ക് 8:55 തന്നെ വിജയ് സത്യപ്രതിജ്ഞാ വേദിയിലെത്തി. തൊട്ടടുത്ത ദിവസം MLA-മാരുടെ സത്യപ്രതിജ്ഞ ഉണ്ടായിരുന്നു. അന്നും നിശ്ചയിച്ച സമയത്തിന് 3/4 മണിക്കൂർ മുന്നേ വിജയ് സ്ഥലത്തെത്തി. 9:30 നിശ്ചയിച്ച സത്യപ്രതിജ്ഞയ്ക്ക് വിജയ് എത്തിയത് 8:45. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്ന മെയ് 12 8:45 സെക്രട്ടേറിയറ്റിൽ എത്തിയപ്പോൾ വിശ്വാസ പ്രമേയം അവതരിപ്പിച്ച 13 9 മണിക്കും വിജയ് എത്തി. പിന്നീടുള്ള ദിവസങ്ങളിലും ഈ സമയനിഷ്ഠ വിജയ് കൃത്യമായി പാലിക്കുന്നതാണ് കണ്ടത്. രാവിലെ 9:55 സെക്രട്ടേറിയറ്റിൽ എത്തുന്ന വിജയ് 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതുവരെ ഉദ്യോഗസ്ഥരുമായി ഭരണനിർവഹണ കാര്യങ്ങളുടെ ചർച്ചയിലാണ് ഇപ്പോൾ. മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥരെയും പോലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് CM വിജയുടെ ഉച്ചഭക്ഷണം. പുറമേ നിന്നുള്ള ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണം തന്റെ ഓഫീസ് മുറിയിലിരുന്നാണ് വിജയ് കഴിക്കുന്നത്. അതിനിടെ ഒരിക്കൽ ജീവനക്കാർക്കൊപ്പം ചേർന്ന് ടേബിൾ മാറ്റിയിടാൻ സഹായിക്കുന്ന വിജയുടെ ഒരു വീഡിയോയും വൈറലായിരുന്നു. ലളിതമായ ഈ ജീവിത രീതികളാൽ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഇടയിൽ വിജയ് എന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു സംസാര വിഷയമാണ്. ആരാധനയോടെയാണ് ജീവനക്കാർ തങ്ങളുടെ മുഖ്യമന്ത്രിയെ കുറിച്ച് സംസാരിക്കുന്നത് പോലും. മാത്രമല്ല, വിജയ് പാലിക്കുന്ന ഈ സമയനിഷ്ഠ സ്വാഭാവികമായും മറ്റുള്ളവരെയും സ്വാധീനിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രി നേരത്തെ എത്തുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് വൈകി വരാൻ എന്തായാലും സാധിക്കില്ല എന്നതും ഓർക്കണം. നിയമസഭയിലെ വിജയും വ്യത്യസ്തനായിരുന്നു. കുറെ വർഷങ്ങളായി വിജയ് പിന്തുടരാത്ത ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ വിജയ് തുടരുന്നത്. തമിഴ്നാട് നിയമസഭയും ആദ്യമായിട്ടായിരിക്കും ഇത്തരമൊരു മുഖ്യമന്ത്രിയെ കാണുന്നത്. സഭയിൽ കണ്ട ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രി തീർത്തും ശാന്തനും സൗമ്യനുമായിരുന്നു. ഇന്നുവരെ കണ്ട നിയമസഭകളിലെ വെല്ലുവിളികളോ ബഹളങ്ങളോ ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിലില്ല. പ്രതിപക്ഷത്തിന് വിജയ് നൽകുന്ന അവസരവും ബഹുമാനവും തീർച്ചയായും മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. പ്രതിപക്ഷം സഭയിൽ സംസാരിക്കുമ്പോൾ ശാന്തനായിരുന്ന് അവർ പറയുന്നത് നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുന്ന വിജയാണ് നിയമസഭയിൽ കാണുന്നത്. പാരമ്പര്യങ്ങൾ മാറിമറിഞ്ഞ ഒരു പുതിയ കാലഘട്ടമാണ് തമിഴ്നാട്ടിൽ വിജയ് യുഗം. ആദ്യത്തെ മാറ്റം പരമ്പരാഗതമായി തമിഴ്നാട് ഭരിച്ചിരുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയ ഒരു രാഷ്ട്രീയവും മുഖ്യമന്ത്രിയും തമിഴ് ജനതയെ ഭരിക്കാൻ എത്തിയതാണ് എങ്കിൽ ആ മുഖ്യമന്ത്രിയാണ് മറ്റു മാറ്റങ്ങളുടെ കാതൽ. ആദ്യത്തെ മാറ്റം മുഖ്യമന്ത്രിയുടെ ഔട്ട്ലുക്കിൽ തന്നെയായിരുന്നു. പരമ്പരാഗത വേഷവിധാനമായ മുണ്ടും ഷർട്ടും എന്നതിൽ നിന്ന് മാറി കറുത്ത പാന്റും വെളുത്ത ഷർട്ടും കറുത്ത കോട്ടും ധരിച്ച വിജയുടെ ഔട്ട്ഫിറ്റ് തമിഴ് ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഒരു പുതുമയായിരിക്കും. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ പൈജാമിയും കുർത്തയുമാണെങ്കിൽ തമിഴ് രാഷ്ട്രീയത്തിൽ പരമ്പരാഗതമായി വേഷ്ടിയും ഷർട്ടുമായിരുന്നു മുഖ്യമന്ത്രിമാരുടെ വേഷം. അതും വൈറ്റ് ആൻഡ് വൈറ്റ്. ആ പാരമ്പര്യമാണ് വിജയ് തച്ചുടച്ചത്.
കോട്ടും സ്യൂട്ടും ധരിച്ച വിജയ് ലുക്ക് തികച്ചും ഒരു ഇന്റർനാഷണൽ പൊളിറ്റീഷ്യന്റേതാണ്. മാത്രമല്ല CM വിജയ് ലുക്ക് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഒരു ഫാഷൻ ബ്രാൻഡുമായിട്ടുണ്ട്. CM അവതാർ എന്ന് പേരിട്ട ബ്ലാക്ക് സ്യൂട്ട് വൈറ്റ് ഷർട്ട് കോംബോ ടെക്സ്റ്റൈൽസുകളിൽ കോംബോ ആയി തന്നെ വിൽപ്പനയ്ക്ക് എത്തിയിട്ടുണ്ട്. 60 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തെ അധികാരത്തിലെത്തിച്ച വിജയ് തമിഴ് ജനതയ്ക്ക് പുതിയ ശീലങ്ങളും പഠിപ്പിച്ചു വരികയാണ്. കാത്തിരുന്ന് കാണണം തമിഴ്നാട്ടിലെ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഇനി അറിയേണ്ടത് തമിഴ്നാടിന് മറ്റ് സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളോടുള്ള നിലപാട് മാറുമോ എന്നാണ്. ആഴമേറിയ തമിഴ് സ്പിരിറ്റിനൊപ്പം ഹിന്ദി വിരുദ്ധതയും തമിഴ് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായിരുന്നു അടുത്തിടെ വരെ. ഏത് സംസ്ഥാനത്ത് പോയാലും ഏത് രാജ്യത്ത് പോയാലും തമിഴ് ഐഡന്റിറ്റി സൂക്ഷിക്കുന്ന, അത് അഭിമാനത്തോടെ പ്രകടമാക്കുന്ന ജനതയാണ് തമിഴ് മക്കൾ. മറ്റ് സംസ്കാരങ്ങളെ അംഗീകരിക്കാനോ അവയെ സ്വായത്തമാക്കാനോ തമിഴ് രാഷ്ട്രീയം തമിഴ് ജനതയെ അംഗീകരിക്കാറില്ല. ജല്ലിക്കെട്ട് വിഷയത്തിൽ സുപ്രീം കോടതിയുടെ വിധി മറികടന്ന് നിയമം കൊണ്ടുവന്നത് തമിഴ് ജനതയുടെ ഒരുമ അടയാളപ്പെടുത്തിയ സംഭവമാണ്. മൃഗങ്ങളോടുള്ള ക്രൂരത ചൂണ്ടിക്കാട്ടിയാണ് 2014 സുപ്രീം കോടതി ജല്ലിക്കെട്ട് നിരോധിച്ചത്. ഇതിനെതിരെ തമിഴ്നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു. സംസ്ഥാന സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ഇത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ തള്ളിക്കൊണ്ട് 2023 തമിഴ്നാടിന് അനുകൂലമായി വിധി വരികയും ചെയ്തു. അന്ന് കണ്ട തമിഴ് ജനതയുടെ ഒരുമ ഇന്നും അവർക്ക് അവകാശപ്പെടാൻ കഴിയും. ആ ഒരുമ നിലനിർത്തിക്കൊണ്ട് വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് തമിഴ് ജനതയെ നയിക്കാൻ വിജയ്ക്ക് കഴിയുമോ എന്നൊരു ചോദ്യമുണ്ട്. തമിഴ് ജനത കണ്ടിട്ടില്ലാത്ത, ശീലിച്ചിട്ടില്ലാത്ത രാഷ്ട്രീയവും കാഴ്ചപ്പാടുമാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത്. പരസ്പരം കൊലവിളിച്ചു നടന്ന DMK, AIDMK പാർട്ടികൾക്ക് ചിന്തിക്കാൻ പോലുമാകാത്തതാണ് പരസ്പര ബഹുമാനം എന്നത്. വിജയ് ആകട്ടെ എല്ലാവരെയും ബഹുമാനിക്കുന്നു. സ്നേഹത്തിലൂടെ സഹവർത്തിത്വം എന്ന ആശയം ഒരു ഉട്ടോപ്യൻ സ്വപ്നമല്ല എന്ന് വിജയ് കാട്ടിക്കൊടുക്കുന്നു തമിഴകത്തിന്. ഒരുമിച്ച് നീങ്ങിയാൽ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഗുണകരമായ കാര്യങ്ങൾ നടക്കും. സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളോട് മാത്രമല്ല, ദേശീയ കക്ഷികളോടും ശത്രുതയില്ലാത്ത സമീപനമാണ് വിജയുടേത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വിജയ് പറഞ്ഞത് BJPയോട് ആശയപരമായ ശത്രുത ഉണ്ടെന്നും യഥാർത്ഥ ശത്രു DMK ആണ് എന്നുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ജയിച്ച് മുഖ്യമന്ത്രിയായ വിജയ് DMK അംഗങ്ങളോട് ബഹുമാനത്തോടെയാണ് പെരുമാറിയത്. ജ്യോതിഷി രഞ്ജൻ പണ്ഡിറ്റ് വെട്രിവേലിനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാക്കിയ തീരുമാനം സഭയിലെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചു. ഇത്തരത്തിൽ തീരുമാനിച്ചത് ജയലളിതയോ K കരുണാനിധിയോ MK സ്റ്റാലിൻ പോലും ആയിരുന്നെങ്കിലോ അവർ ആ തീരുമാനം മാറ്റില്ലായിരുന്നു. വിജയ് പക്ഷേ മറ്റുള്ളവരെ കേൾക്കാനും അതിന് വില കൽപ്പിക്കാനും തയ്യാറായി. ഉദയനിധി സ്റ്റാലിന്റെ സനാതന ധർമ്മത്തിനെതിരായ പരാമർശത്തിൽ വിജയ് പ്രതികരിച്ചില്ല. ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് വിജയ്ക്ക് ശ്രദ്ധ. മറ്റ് വിവാദങ്ങളിൽ പെടാതിരിക്കാൻ വിജയ് ശ്രദ്ധിക്കുന്നു. വിജയ്ക്ക് ഭരണപരമായി ചില ലക്ഷ്യങ്ങളുണ്ട്. അതിന്റെ ആദ്യപടിയായിരുന്നു മദ്യശാലകളുടെ എണ്ണം കുറച്ചത്. അതിൽ മദ്യപന്മാരുടെ പ്രതിഷേധമുണ്ടായതായി റിപ്പോർട്ടുകൾ കണ്ടില്ല. അപ്പോൾ വിജയ് ഒരു മാറ്റത്തിന് ശ്രമിക്കുമ്പോൾ ജനത ഒപ്പം നിൽക്കുകയാണ് എന്ന് കരുതാം. ഒരു തുറന്ന ലോകത്തിലേക്ക് തമിഴ് ജനതയെ വിജയ് കൈപിടിച്ച് എത്തിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.